വന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കാത്ത മനുഷ്യ നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമളാൻ മാസത്തില് പടച്ചവനെ സ്കൂളിൽ പഠിക്കുന്ന 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വീട്ടിൽ വഴക്കാട്, എന്നെ കൂടെ നോമ്പ് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ, അല്ലാഹുവേ കാഫിരീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന മാസമാണല്ലോ. കാഫിരീങ്ങളിൽ പലരും റമളാൻ മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട്. ഈ റമളാനിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബൈനനാ അന നായിമുൻ അതാനി റജുലാൻ. അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുമ്പോ 2 മലക്കുകൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് 2 മലക്കുകൾ കടന്നു വരികയാ. പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ഒരു മലയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. കേറാൻ കഴിയാത്ത കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കേറാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്നെ കൊണ്ട് കഴിയൂല, ഇന്നീലാ ഉതീഖുഹു, എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല. മലക്കുകൾ പറയുന്നു, നബിയേ ഞങ്ങളെ സഹായിക്കാൻ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറി പോവുകയാണ്. പ്രവാചകന് മുകളിലേക്ക് കേറി ചെല്ലുമ്പോ ഇതാ ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ, ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ആരാ ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ, ഇവരാരാ? ആ സമയത്ത് പറയുന്നു, ഹാദാ വാനു അഖിലിന്നാർ, നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ശബ്ദമാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് നടന്ന് ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ, കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ആ നരമ്പിനകത്ത് അവനെ തലകീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അവന്റെ വായതാ, അവന്റെ കവിളുകൾ വലിച്ചു പറിക്കുകയാണ്. അവന്റെ വായിക്കകത്തുകൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാ. ആ മനുഷ്യൻ കടന്ന് വിളിച്ചു കൂവുകയാണ്. അല്ലാഹ്